എല്ലാം കൂടെ കുക്കറിലേക്കിട്ട് ഒരു വെറൈറ്റി സാമ്പാറാണ് തയ്യാറാക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ഫാസ്റ്റ് കിച്ചണിലേക്ക് സ്വാഗതം. വെള്ളരിക്ക കൊണ്ട് എളുപ്പത്തിലൊരു സാമ്പാറാണ് തയ്യാറാക്കുന്നത്. വീഡിയോ മുഴുവനായും കണ്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണേ. സാമ്പാർ തയ്യാറാക്കാനായി വെള്ളരിക്ക എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പകുതി ഭാഗം ചതുര കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം. ഇനി കുക്കറിലേക്ക് അരക്കപ്പ് പരിപ്പ് കഴുകി ഇട്ട് കൊടുത്ത്, അരക്കപ്പ് തോരപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. മുറിച്ച് വെച്ച വെള്ളരിക്ക ചതുര കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരു 2 തക്കാളി ചതുര കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുത്ത്, ഒരു സവാള, 3 വെളുത്തുള്ളി, 2 പച്ചമുളക്. ഇനി അത് ഇട്ട് കൊടുത്ത് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ പിരിയം മുളക് പൊടിയും ചേർത്ത്, എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ എരിവ് നോക്കി ചേർത്ത് കൊടുത്താൽ മതി. ഇനി 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, ഇതുപോലെയുള്ള ഒരു കഷ്ണം കായം ചേർത്ത് കൊടുക്കണം. കായത്തിന് പകരം കായപ്പൊടിയും ചേർത്ത് കൊടുക്കാം. കായാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് ഒരു വിസിൽ വരുമ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു വിസിലും കൂടെ വരുമ്പം ഓഫ് ചെയ്ത് തണുത്ത ശേഷം തുറന്നെടുത്താൽ മതി. പാകത്തിന് വെന്ത് കിട്ടും. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. കഷ്ണങ്ങളെല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. വെള്ളമെല്ലാം പാകത്തിനുണ്ട്. ഇതിൽ തക്കാളിയും വെള്ളരിക്കയും ചേർത്തതുകൊണ്ട് വെള്ളരിക്കും പുളിയുണ്ട്. ചെറിയ തക്കാളിയുടെയും വെള്ളരിക്കേൻ്റെയും പുളിയില്ലത് കൊണ്ട് ഇതിൽ പുളിയൊന്നും ചേർക്കുന്നില്ല. പാകത്തിന് കറിക്ക് ആവശ്യത്തിനുള്ള പുളി ഇതിന് തന്നെ ഉണ്ടാവും. ഇനി ഇതിലേക്ക് താളിച്ചൊഴിക്കണം. താളിച്ചൊഴിക്കാനായി ഒരു കടായി അടുപ്പത്ത് വെച്ച് കടായിയിലേക്ക് കുറച്ച് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് 1/4 ടീസ്പൂൺ ഉലുവയും 1/2 ടീസ്പൂൺ കടുകും ചേർത്ത്, കടുകും ഉലുവയും പൊട്ടുമ്പം ഇതിലേക്ക് 3 ചെറിയുള്ളി ചെറുതായി മുറിച്ചതും ചേർത്ത് കൊടുത്ത്, ഇനി കുറച്ച് കറിവേപ്പിലയും, ഉള്ളിയും കറിവേപ്പിലയും മൂത്ത് വരുമ്പം ഇതിലേക്ക് 1/4 ടീസ്പൂൺ സാമ്പാർ പൊടിയും 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്ത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. പെട്ടെന്ന് തയ്യാറാക്കി ഒരു വിസിൽ വന്നാൽ മതി. നമ്മുടെ സാമ്പാർ റെഡിയായി. നല്ല രുചിയുള്ള സാമ്പാർ ഇതിലേക്ക് കറിയിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി ഇതൊന്ന് അടച്ച് വെക്കണം. കുറച്ച് സമയം അടച്ച് വെച്ച് കഴിഞ്ഞാൽ തുറക്കുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലുണ്ടാവും. കറി നല്ല ടേസ്റ്റും ഉണ്ടാവും. ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് 5-10 ചക്കക്കുരു വൃത്തിയാക്കി ഇതുപോലെ നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പയറും കൂടെ ചേർത്ത് കൊടുത്ത്, ഇത് രണ്ടും കൂടിയാണ് ഇന്ന് ഓലം വെക്കുന്നത്. ഇനി ഇതിലേക്ക് 2 പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഇത് മുങ്ങിക്കിടക്കാൻ പാകത്തിൽ വെള്ളം ഒഴിക്കണം. ചക്കക്കുരുവിന് കുറച്ച് വേവുള്ളതുകൊണ്ട് ഇതിൽ വെള്ളം ആവശ്യമുണ്ട്. പച്ചമുളകും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ചക്കക്കുരും പയറെല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് വെളിച്ചെണ്ണയാണ്. 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചാൽ നമ്മുടെ ചക്കക്കുരു പയർ ഓലൻ റെഡിയായി. പച്ച വെളിച്ചെണ്ണയും നനച്ച് ഇളക്കുന്ന സമയത്ത് നല്ല മണം. ഇത്രയേ ഉള്ളൂ. എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നമ്മുടെ വെള്ളരിക്ക സാമ്പാറും ചക്കക്കുരു പയറും ഓലനും റെഡിയായി. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നല്ലൊരു വീഡിയോയുമായി നാളെ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.